Dear students, good morning to all. Welcome back to the online sessions of KTCT College of Arts and Science, Kallamala. I am Beena, Assistant Professor, Department of Economics. Today I am dealing with the last module of History of Modern India, 1921 to 1947. That is Revolutionary Movement, Bhagat Singh. First topic is socialism. What is socialism? എന്താണ് socialism? Socialism is a popular economic and political system based on the public ownership of the means of production. ഇപ്പോൾ സോഷ്യലിസത്തിൽ വിതരണ ഉപാധികളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഗവൺമെൻറ് ആയിരിക്കും. സോഷ്യലിസം ഈസ് ആൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നില്ല? പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് കാണാൻ കഴിയുന്നില്ല. ദ ട്രൂ സോഷ്യലിസ്റ്റ് അഡ്വക്കേറ്റ് കംപ്ലീറ്റ്ലി എ ക്ലാസ്ലെസ് സൊസൈറ്റി. ഇപ്പോൾ ഇവിടെ ക്ലാസ് കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്ന ക്ലാസ് കോൺട്രഡിക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയത്തില്ല. Where the government control all the means of production and distribution of goods. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. ഇനി അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യലിസം? സോഷ്യലിസത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വർക്കേഴ്സ് വെയർ നോ ലോങ്ങർ എക്സ്പ്ലോയിറ്റഡ്. ഇപ്പോൾ ഇവിടെ തൊഴിലാളികളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ചൂഷണം ചെയ്യപ്പെടുന്നില്ല. ദേ ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇവിടെ ഉൽപ്പാദന വിതരണ ഉപാധികളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ആര് തന്നെയാണ്? വർക്കേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്ലാസ് കോൺട്രഡിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ കഴിയുന്നില്ല. ആൾ പ്രോഫിറ്റ് ആർ സ്പ്രെഡ് ഈക്വലി എമംഗ് ആൾ വർക്കേഴ്സ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹർ കോൺട്രിബ്യൂഷൻ. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ നമുക്ക് പ്രോഫിറ്റ് ഈക്വലായിട്ട് അല്ലെങ്കിൽ തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടും. ദ സിസ്റ്റം എലിമിനേറ്റ് പോവർട്ടി. ഇപ്പോൾ ഇവിടെ നമുക്ക് ദാരിദ്ര്യം കാണാൻ കഴിയുന്നില്ല. എവരി വൺ ഹാസ് ഈക്വൽ ആക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഇവിടെ ഇക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും സമത്വമാണ്, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്താണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ തന്നെ കിട്ടുന്നു. നോ വൺ ഈസ് ഡിസ്ക്രിമിനേറ്റഡ് എഗൻസ്റ്റ്. അപ്പോൾ ആർക്കും അവിടെ ഒരു വിവേചനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. നാച്ചുറൽ റിസോഴ്സസ് ആർ പ്രിസർവ് ഫോർ ദി ഗുഡ് ഓഫ് ദ ഹോൾ. അപ്പോൾ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെല്ലാം നമ്മൾ സംരക്ഷിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഗുഡ് ഓഫ് ദ ഹോൾ, അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യലിസം. Disadvantages of socialism. It negates those within society who were competitive and not cooperative. ഇപ്പോൾ ഇവിടെ പലപ്പോഴും കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റും. ഏതിനേക്കാൾ ഉപരി കോപ്പറേഷനേക്കാൾ. കോമ്പറ്റേറ്റീവ് പീപ്പിൾ ടെൻഡ് ടു സീക്ക് വേസ് ടു ഓവർത്രോ ആൻഡ് ഡിസ്ട്രക്ട് ദ സൊസൈറ്റി ഫോർ ദെയർ ഓൺ ഗെയിൻ. അപ്പോൾ അവരുടെ, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് പീപ്പിൾ, ഇപ്പോൾ എപ്പോഴും മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? അപ്പോൾ അവരുടെ ഗെയിനിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിന് വേണ്ടി എപ്പോഴും നമ്മുടെ സൊസൈറ്റിയെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഓവർത്രോ ചെയ്യാൻ ശ്രമിക്കുന്നു. സെക്കൻഡ് വൺ, ദ ഗവൺമെൻറ് സെറ്റപ്പ് ടു റെപ്രസെൻറ്റ് ദ മാസസ് മേ അബ്യൂസ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ക്ലെയിം പവർ ഫോർ ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഗവൺമെൻറ് എപ്പോഴും അധികാരം അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതും നമ്മുടെ സോഷ്യലിസത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസാണ്.